ഹലോ ഓൾ. അപ്പോൾ വെൽക്കം ആനന്ദി അൺസ്ക്രിപ്റ്റഡ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലീ എക്സാമിൻ്റെ ഇപ്പോഴത്തെ നടക്കുന്ന പ്രോബ്ലംസ് എന്താണ്, അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാം അത്യാവശ്യം ടഫായിരുന്നു, അത്ര എളുപ്പമല്ലായിരുന്നു പ്രാവശ്യത്തെ എക്സാം. നമ്മൾ എക്സാം എഴുതി റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഇഷ്യൂ വരുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ ഒരു ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നല്ലോണം നമ്മൾ ടെൻസ്ഡ് ആയിരിക്കും, നമുക്ക് നല്ല ആൻസൈറ്റി ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ജൂലൈ 14 പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ എറേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും അതുപോലെ നമുക്ക് തന്ന നമ്മുടെ ആൻസർ കീയിൽ ചിലതിനകത്ത് ചിലവർ പറയുന്നുണ്ട് അത് ചിലവർ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിരിക്കുന്നത് അവർക്ക് മാർക്ക് കിട്ടാതെ വരികയും, അതുപോലെ ചിലവർ റോങ് ആയിട്ട് ചെയ്തതും ചെയ്യാതെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനും അവർക്ക് മാർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലൊരു മിസ്കാൽക്കുലേഷൻ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ക്ലിയർ ടെമ്പററിലി അത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് പുൾ ബാക്ക് ചെയ്തു. അപ്പോൾ അതിനകത്ത് പിന്നെ വേറൊരു സംഭവം നടന്നിരിക്കുന്നത്, 413 പ്രൊഫൈൽസ് ക്ലീ വിത്ത്ഹെൽഡ് ചെയ്തു. എന്ന് വെച്ചാൽ 413 ആൾക്കാരുടെ റിസൾട്ട് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ആപ്ലിക്കേഷനിൽ ചില ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ബാഡ് ഫോട്ടോസ്, അവരുടെ ഫോട്ടോ കറക്റ്റായിട്ടുണ്ടായിരിക്കത്തില്ല. ക്ലീക്ക് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ക്ലീയുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കറക്റ്റായിട്ട് നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക, കറക്റ്റ് സൈസ് ആയിരിക്കണം. അതെല്ലാം ഓക്കെ ആണെങ്കിലേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാനും നിങ്ങൾക്ക് അഡ്മിഷനിലേക്ക് പ്രവേശിക്കാനും സാധിക്കത്തുള്ളൂ. ചിലവരിങ്ങനെ മിസ്മാച്ച്ഡ് ആയിട്ടുള്ള സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്തതിനെ തുടർന്ന് 413 പ്രൊഫൈൽസ് വിത്ത്ഹെൽഡ് ചെയ്തിരിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് വൈകിട്ട്, ഇന്നല്ല 19 വൈകിട്ട് വരെ നിങ്ങൾക്ക് 5 മണി വരെ നിങ്ങൾക്കത് റീ അപ്ലോഡ് ചെയ്യാനുള്ള അവസരവും കൂടെ ക്ലീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആരെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് പ്രൊഫൈൽ കിട്ടുന്നില്ല, നിങ്ങളുടെ വിത്ത്ഹെൽഡ് ആയിട്ടുണ്ടെങ്കിൽ ജൂലൈ 19 വൈകിട്ട് 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് റീ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യുക. അതുപോലെ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ CE-Kerala-Government.in എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറുക. അതിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഡിഫക്റ്റ് മെമ്മോ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് റീ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ എല്ലാം ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് വരുന്നതായിരിക്കും. അതുപോലെ ജൂലൈ 19 വരെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുമുള്ള അവസരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ലീൻ ആയിട്ടുള്ള അപ്ലോഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഒരിക്കലും അധികമായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ സൈഡിലുള്ളൊരു പ്രശ്നമല്ല, നിങ്ങളുടെ മാർക്ക് കുറവ് അങ്ങനെ ഒന്നുമല്ല. നിങ്ങളുടെ മാർക്കിനെ ഇതൊരിക്കലും അഫക്റ്റ് ചെയ്യില്ല. കുറച്ച് സമയം കൊടുക്കുക, അതേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൂ. നിങ്ങൾ റിലാക്സ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഒത്തിരി അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ശരിക്കും ഇല്ല. അപ്പോൾ patience and adaptability are a lawyer's greatest weapons. Treat this minor delay as your very first practical legal test. ഇപ്പോൾ ഞാനൊരു ഫസ്റ്റ് ഇയർ LLB സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ ലോയിലേക്ക് കടന്ന ഒരു LLB സ്റ്റുഡൻ്റ് ആയി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒത്തിരി ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമുക്ക് എക്സാംസ് ലേറ്റ് ആവുക, റിസൾട്ട് ലേറ്റ് ആവുക, നോട്ടിഫിക്കേഷൻ ലേറ്റ് ആവുക, ചിലപ്പം പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ പുറകെ നിങ്ങൾക്ക് ഇനിയും വരാൻ കിടക്കുന്നു. ഇതൊക്കെ ശരിക്കും നിങ്ങൾ ഈ തുടങ്ങിയിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. അത് നിങ്ങൾ വലിയൊരു ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട, ഇതിൻ്റെ അപ്പുറത്തെ അത് കാണാൻ കിടക്കുന്നു. ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല ഒരു തരത്തിലും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇതിൽ നിങ്ങൾ വീണു പോകാതിരിക്കുക, നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. നിങ്ങളെക്കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റാങ്ക് ലിസ്റ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഓൾ.